ഇവിടെ വലിയൊരു ഗുദാമ വെച്ചിട്ടുണ്ടല്ലോ. എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി സഫലായനത്തിൻ്റെ കളി അണ്ടർ വേൾഡിലാണ് കേട്ടോ. ഞാനിപ്പം അണ്ടർഗ്രൗണ്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നത് സയൻസ് സിറ്റി. കൊൽക്കത്തയിൽ വന്നാൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് സയൻസ് സിറ്റി. ആ സയൻസ് സിറ്റിയിലേക്കാണ് റോഡ് മുറിച്ച് കിടക്കാൻ ഇതാണ് ഇവിടെ മാർഗ്ഗമുള്ളത്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമുക്ക് സയൻസ് സിറ്റിയിലേക്ക് പോകാനുള്ള വഴി കണ്ടെത്തണം. ഇൻഷാ അല്ലാഹ്. ഞാൻ ഒറ്റയ്ക്കാണ്, മുന്നേ വന്നിട്ടൊന്നുമില്ല, ചോദിച്ച് പോവാണ്. അപ്പം ഇങ്ങനെ മുകളിലേക്ക് വന്നപ്പം ഇവിടെ ചെറിയൊരു തടാകമുണ്ട് സൈഡിൽ. ഇവിടെ ദാ വേ ടു സയൻസ് സിറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ പോയി നോക്കാം. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പം 9 മണി ആകുന്നേ ഉള്ളൂ. 10 മണിക്കാണ് ഓപ്പണിങ്. നമുക്ക് ധൃതിയൊന്നുമില്ല, നേരത്തെയാണ്. ഈ കാണുന്നത് ഫ്ലൈ ഓവറാണ് കേട്ടോ. മുകളിലുണ്ട് ഈ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, അതിന് മുകളിൽ വേറെ ഫ്ലൈ ഓവറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലായിരിക്കും മിക്കവാറും പോകാനുള്ളത്. നമുക്കൊന്ന് എത്തിയിട്ട് ചോദിച്ചു നോക്കാം. എന്താ അടയാളങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ അവിടെ ചോദിച്ചു നോക്കാമല്ലോ. ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ ഒരുപാട് ബോക്സുകളുണ്ട്. വേസ്റ്റ് ഇടാനല്ല, ചെടികളാണ് അതിലുള്ളത്. പക്ഷേ ഇതൊക്കെ ചെടികൾ നട്ടിട്ട് അതിനെ പരിപാലിക്കാത്തതുകൊണ്ട് വാടിപ്പോയിട്ടുണ്ട്. എന്നാൽ ചിലതിലിങ്ങനെ ഒടിഞ്ഞ് വാടി നിൽക്കുന്നുമുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മളിവിടെ സയൻസ് സിറ്റിയുടെ ഉള്ളിലേക്ക് തിരികാൻ കേട്ടോ. അതുണ്ടോ വിശാലമായിട്ട്. ഇവിടെ കയറി വരുന്നതിന് ഒരു കഫ്റ്റീരിയ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ സയൻസ് സിറ്റിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. സയൻസ് സിറ്റി ടേക്കിംഗ് സയൻസ് ടു മില്യൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്വേറിയം, ബയോഡൈവേഴ്സിറ്റി, ബട്ടർഫ്ലൈ, എക്ലേവ്, ഇല്യൂഷൻസ്, പവർ ഓഫ് 10, ഫിസിക്കൽ സയൻസ് ആൻഡ് സയൻസ് ഷോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുൻഭാഗം തന്നെ വളരെ ഭംഗിയിലുണ്ടോ, ചെടിയൊക്കെ നട്ട് നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ പൂക്കളൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ വേറ്റ് ടിക്കറ്റ് കൗണ്ടർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കവിടെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടോ. ഇവിടെ നല്ല രസമുള്ള പൂക്കളുണ്ട് കേട്ടോ. പൂക്കൾ കാണാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇത് പാർക്കല്ല, ഇവിടെ സയൻസ് സിറ്റിയാണ്. സയൻസ് സിറ്റി എന്ന് പറഞ്ഞാൽ സയൻസ് റിലേറ്റഡായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനൊക്കെ. ഇപ്പം ഓരോന്നിലും സയൻസ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഈ ഒരു വാട്ടർ സ്പ്രെഡിങ് ഉണ്ടോ, ഇതിലൊരു സയൻസ് ഉണ്ട്. കണ്ടോ, സയൻസ് റിലേറ്റഡായ ഇൻവെൻഷൻസ്, അതിൻ്റെ തത്വങ്ങൾ, അതിനനുസരിച്ചുള്ള പ്രാക്ടിക്കൽ ലെവലുകളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഉണ്ടോ, നമുക്കിതിലിങ്ങനെ പോയി നോക്കാം. പക്ഷേ ഇതിനിടയിലൊക്കെ അവർ ഗാർഡൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഗാർഡൻ ഉണ്ട്, ഇവിടെ ഗാർഡൻ ഉണ്ട്. കണ്ടാൽ തന്നെ ഭംഗിയുള്ള ഇതുണ്ടോ. അതൊക്കെ സയൻസ് റിലേറ്റഡായ ആളുകളാണ്. നോട്ട് ബോക്സ് പറഞ്ഞിട്ട് ആചാര്യ ജഗദീഷ് ചന്ദ്ര, ഇങ്ങനെ ഓരോരുത്തരുടെ ഫേസ് കട്ടുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വെൽക്കം ബോർഡ് ഉണ്ട്. മ്യൂസിക്കൽ ഫൗണ്ടെയിൻ, ഡാർക്ക് റൈഡ്, പനോരമ ഷോ, എർത്ത് എക്സ്പ്ലോറേഷൻ ഹാള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്. നമുക്കിങ്ങനെ പോയി നോക്കാം. ഇതുണ്ടോ നല്ല ഭംഗിയിൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടല്ലേ. എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരു കുതിരനെ കാണുന്നുണ്ട്. ഇപ്പുറത്ത് എന്താ കുതിരന്മാരൊരാളുണ്ട്, സൂര്യനുണ്ട്. ഇവിടെ അടിയിൽ നല്ല പച്ച കളറുള്ള വെള്ളമുണ്ട്. അപ്പം നമുക്കിങ്ങനെ മുന്നോട്ട് പോയി നോക്കാം. അത് കാണണം, വലുത് കാണുന്നുണ്ടോ? അതെന്താണോ, അത് സയൻസ് സിറ്റിയുടെ ഭാഗമല്ല, ഒരു ഫ്ലാറ്റാണ്. 2 ഫ്ലാറ്റിൻ്റെ അടിയിൽ ആ നടുവിൽ നിൽക്കുന്ന വേറെ ഫ്ലാറ്റാണ്. 2 ഫ്ലാറ്റ് ഉണ്ടോ, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സ്വിമ്മിങ് പൂളാണ്. അപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങോട്ട് ഒരു ജന്തുവിൻ്റെ വായ തുറന്ന് വെച്ചിട്ടുണ്ട്. നോ എൻട്രി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രവേശിക്കേണ്ട. പക്ഷേ ഇവിടെ വെച്ചിട്ടുണ്ട് വി ആർ വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ സയൻസ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ ജന്തുക്കളുടെ തലയും ഒക്കെ ഡൈനോസറിൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ട് നമുക്കിതിലിങ്ങനെ പോയി നോക്കാം. ഇത് സയൻസ് സിറ്റിയിലുള്ള അല്ല, അത് അനധികൃതമായി കയറിയ ആളാണ്. അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം എവിടെയാണ് ഇവർ അടുത്ത് സെറ്റാക്കിയിട്ടുള്ളതെന്ന്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ചെയറൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പുറത്ത് എന്തോ ഒരു ഓഡിറ്റോറിയം അല്ലല്ലോ അത്, എന്തിനാ അവിടെ ചെയർ? എന്താവട്ടെ. പിന്നെ കുറച്ചിങ്ങനെ വന്നാലേ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന്മേലും റോബർവെൽ ബാലൻസ് സീസോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. സംഗതി കളിക്കാനാണെങ്കിലും അതേപോലെ സയൻസ് അല്ലേ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബോർഡുണ്ട്. ഇതിപ്പോൾ സാധാരണ ഗതിയിൽ പാർക്കിലുണ്ടാവുന്ന ഇരിക്കുന്ന ഓരോ ഭാഗത്തിരിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് പൊന്തുന്ന. അപ്പം ഇതൊക്കെ റോബർവെൽ ബാലൻസ് എന്നാണ് ഇതിന് പറയാം. കണ്ടോ,
അപ്പോൾ ഓരോന്നിനും സയൻസ്. ഇത് വേറൊരു ഇത് എന്തൊരു മെഷീനുണ്ട് ഇവിടെ. ഇത് ത്രാസ് പോലത്തെ ഒരു സാധനം കട്ടിയൊക്കെ വെച്ചിട്ട് ഇത് ഇറങ്ങണില്ലല്ലോ. ഇതിനിപ്പം വോം വീൽ എന്നാണ് പറയുക. ഇങ്ങനെ ഓരോ ഇനി അവിടെ ഉണ്ട് പാർക്ക് മോഡൽ സെറ്റാക്കി കിട്ടുക. പക്ഷെ എന്താ വെച്ചാൽ അതിലെല്ലാത്തിലും സയൻസ് അല്ലേ. ഇതെന്താ കുറേ കമ്പി, ഇതിലൊരു ബോളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ സയൻസ് റിലേറ്റഡ് ആണ്. പിന്നെ സയൻസിൽ സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് നമുക്കതൊന്നും പറയാൻ കഴിയില്ല. പിന്നെ ഇങ്ങനെ വന്നാൽ ഇവിടെ ഒരു ഫിഷിൻ്റെ രൂപമുണ്ട് കേട്ടോ. ഇതിലെന്താ സയൻസ്? വലിയൊരു ഫിഷ് വേണ്ട. അപ്പോൾ ഇവിടെ വേറെ എന്തോ ഒന്നുണ്ട്. എലിപ്റ്റിക്കൽ സ്പീക്കിംഗ് ട്യൂബ്. അതിൽ പറഞ്ഞാൽ എന്തേണ്ടോ. ഹലോ ഹലോ. അപ്പുറത്തൊരാൾ ചവിട് വെക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ഹലോ ഉണ്ടോ. ഇവിടെ ഒരാൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, മീനിൻ്റെ വായിലൂടെ പറയുന്നുണ്ട്, വാലിലൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ അപ്പുറത്തൊരാൾ കേട്ട് അനുഭവിക്കണം. ഞാൻ ഒറ്റക്കായതുകൊണ്ട് എനിക്ക് പറയാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ വേറെന്തോ ഒരു സംഗതികളുണ്ടല്ലോ. ഇതെന്താ, ഇത് തിരിയുന്നുണ്ട്, പിന്നെ ഇത് തിരിയുന്നുണ്ട്, ഇതും തിരിയുന്നുണ്ട്. ഇവിടെ എന്താ ടേൺ ഫാസ്റ്റർ. ഇതൊരാൾ ഇരുന്നുകൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ. എന്താ ഇരുന്നിട്ട് രണ്ട് കൈയും ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പരിപാടി. പിന്നെ അതിങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വേറെ എന്തോ ഉണ്ട്, അവിടെ പോയേക്കാം. ഇതെന്താ, ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ എഴുതിച്ചിട്ടുണ്ട് പാർബോളിക് റിഫ്ലക്ടറോ, എന്തോ റിഫ്ലക്ടറാണ്. ഇത് നോക്കിയിട്ടൊന്നും കാണുന്നില്ല, ഇനി എന്താ അറിയില്ല. ഇപ്പുറം പോയാൽ എന്താണ്, ഇവിടെ വലിയൊരു ഗുദാമ് വെച്ചിട്ടുണ്ടല്ലോ. എന്താണ് പോയോ. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലാണ്, ചൂടിങ്ങനെ വരുന്നുണ്ട്. GND യോയോ. ഇതിവിടെ തൂങ്ങി പിടിക്കാനുള്ളതാണ് GND യോയോ. ഇതിങ്ങനെ തൂങ്ങാൻ വേണ്ട, ഇത് പിടിച്ചിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് രണ്ട് കൈയും പിടിച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി അടുത്ത ഇവിടെ എന്തൊക്കെയുണ്ട്, വേൾഡ് ക്ലോക്ക് ഉണ്ട് ഇവിടെ. വേണ്ട, ഇവിടെ ഒരു വേൾഡ് ക്ലോക്ക് കാണാനുണ്ട്. പിന്നെ ഇവിടെ വന്നാൽ വേറെന്താ ഇല്ല, അങ്ങനെ പോയി നോക്കുക. ഇതൊരു വേൾഡ് ക്ലോക്കാണ് കേട്ടോ. ഇത് എങ്ങനെ ടൈം കണ്ടെത്താൻ നിങ്ങൾക്കറിയോ? ഇവിടെ ഹോണോലുലു, ന്യൂയോർക്ക്, ലണ്ടന്, ഡൽഹി, ടോക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറം വന്നാൽ ഇതെന്താ, ഇത് വേൾഡ് ക്ലോക്കാണ്. ഇതിൻ്റെ ബോർഡ് ഇവിടെ കാണുന്നുണ്ടോ? കാണുന്നില്ല, ബോർഡ് കാണുന്നില്ല. ഓ, ഇത് പക്ഷേ ഇവിടെ ഒരു ബോർഡുണ്ട്, അവിടെ ഒരു ബോർഡുണ്ട്. അതിലൊരു ബിന്ദു കാണുന്നുണ്ടല്ലോ, എന്താണെന്നറിയില്ല. ഇവിടെ അതിൻ്റെ ബോർഡുണ്ട്. എന്താണ് ബോർഡ്? ഇതിപ്പോൾ ഒരാൾ ഇത് എക്കോ മോഡലാണ്. ആസ്ക് യുവർ ഫ്രണ്ട് ടു ഫേസ് എ വിത്ത് ഹിസ്. ഇത് നേരത്തെ പറഞ്ഞൊരു വോയിസ് ഇതാണെന്ന് തോന്നുന്നു. ഒരാൾ ഇവിടുന്ന് പറയാ, ഇത് ഇങ്ങോട്ട് ഹലോ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് പോയി ചെവി വെക്കുക. അപ്പോൾ അതിലെന്തോ ഉണ്ടാവും. അതൊക്കെ അനുഭവിക്കുന്ന ഒരാളും കൂടി വേണ്ടേ. അപ്പോൾ നമ്മൾ നല്ല ചൂട്, പിന്നെന്താ ഒരു ഐസ്ക്രീം കഴിക്കാനേ.